ജനാധിപത്യത്തിന് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ജയശങ്കർ ചേട്ടൻ വർത്തമാനകാലവും മാത്രമല്ല ഭൂതവും ഭാവിയുമൊക്കെ രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്. മാത്രമല്ല എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്നെക്കാളും പരിചയം എൻ്റെ പിതാവുമായിട്ടാണ് ഉണ്ടായിരുന്നത്. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ വർത്തമാനം പറയാൻ ഇരിക്കാൻ പറ്റി എന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ തോന്നിയത്. എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ കേരളത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അടുക്കാറായി. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ വർത്തമാനം പറയുമ്പോൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലപാടുകളും അതുപോലെ തന്നെ മാത്രമല്ല ഈ ഒരു PR വർക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഒരു വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ പത്രം പോലും നമുക്കതിന് തെളിവാണ്. വളരെ കൃത്യമായി ഒരിക്കലും കേരളം ഇതുവരെ പ്രചരണങ്ങളൊക്കെ എല്ലാവരും നടത്താറുണ്ട്, PRD ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതേസമയം ഇത്രമാത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രചരണമാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ചെയ്യുന്നത്. എന്താ ജയശങ്കരേട്ടന് തോന്നിയിട്ടുള്ളത്? അല്ല, സംഗതി വളരെ ശരിയാണ്. നമ്മുടെ രാഷ്ട്രീയം മൊത്തത്തിൽ ജീർണാവസ്ഥയിലാണ്. അതിപ്പോൾ ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൊതുവേ ഒരു ജീർണത, ഒരു മൂല്യച്യുതി, അപജയമുണ്ട്. അത് കാലാന്തരത്തിൽ ഉണ്ടായി വന്നിട്ടില്ല. അതിന് രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല ഉത്തരവാദികൾ. നമ്മുടെ സാമ്പത്തിക രാഷ്ട്രീയ ക്രമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ജീർണിച്ച ഒരു മുഖമാണ്. മാത്രമല്ല, ഏറ്റവും നല്ല കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് ജീർണിക്കും, അല്ലെങ്കിൽ അത് വളരെ മോശവും എന്ന് പറയും. അത് ഒരു നിദർശനമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം. നമ്മൾ ഈ വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ, ഇടതുപക്ഷം അല്ലാത്ത പാർട്ടികളുടെ കാര്യത്തിൽ ഇത് നേരത്തെ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളും ആ ഒരു ജീർണതയിലേക്ക്, ഒരു ച്യുതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലൊക്കെ നേരത്തെ സംഭവിച്ചത്. അതിൻ്റെ ഒരു കാരണം ഈ തുടർഭരണമാണ്. തുടർഭരണം ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് നല്ലതല്ല. മാറി മാറി ഭരിക്കണം. കാരണം മറ്റേ സർക്കാർ വരുമ്പോഴുള്ള ഇത് എത്ര നന്നായിരുന്നു ആളുകൾക്ക് ഇമ്മീഡിയറ്റ് പ്രൊഡ്യൂസറുമായിട്ട് നമുക്ക് അത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബംഗാളിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ജ്യോതി ബസു വലിയ ഭരണാധികാരിയായിരുന്നു, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ തന്നെ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അതിൻ്റെ ഫലം ഒരു ചെറിയ ന്യൂനപക്ഷത്തിലേക്ക് ചുരുക്കിപ്പോയി. പിന്നെ ഒരു വലിയ സംഘം ഈ മാഫിയ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മസിൽമൻ, ഈ ഗുണ്ടകൾ ഈ പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് പോലും ആ രൂപത്തിലായി മാറിയല്ലോ. തെരഞ്ഞെടുപ്പ് അല്ല, അതിൽ രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നാമത് കോൺഗ്രസ് പാർട്ടി വളരെ ക്ഷീണിച്ചു. അത് ഈ ഗ്രൂപ്പ് വഴക്ക് കൊണ്ട് ബംഗാളിലെ കോൺഗ്രസ് പാർട്ടി ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. ഏത് കാലത്തും കോൺഗ്രസിന് 40%, 42% വോട്ട് കിട്ടിയിരുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും ജയിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ ശക്തിയും പിന്നെ ജ്യോതി ബസുവിൻ്റെ നേതൃത്വവും പിന്നെ കോൺഗ്രസിൻ്റെ ക്ഷീണാവസ്ഥയും. പിന്നെ അതിൽ നിന്നൊരു മോചനം ഉണ്ടായത് മമതാ ബാനർജി ഒരു റിബലായിട്ട് കോൺഗ്രസിൻ്റെ ആ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയും ശരിയായ കോൺഗ്രസ്സുകാർ മുഴുവനും ഇവരുടെ പിന്നിൽ അണിനിരക്കുകയും പിന്നെ വൈകാരികമായ ഒരു മുഹൂർത്തത്തിൽ അത് നന്ദിഗ്രാം സിംഗൂർ വിഷയത്തിൽ അവർ ശക്തമായ നിലപാടെടുത്ത് അങ്ങനെ ഒരു ധാർമ്മിക ശക്തി. എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM പോലത്തെ ഒരു പാർട്ടിക്ക് 10,000 ഭൂമി, കർഷകരുടെ ഭൂമി ഇങ്ങനെ ടാറ്റയ്ക്കും അതേപോലെ തന്നെ സലീം കമ്പനിക്കൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്ന അതിനെ നേരിടാൻ അതിനെ ബലം പ്രയോഗിച്ച് എഴുതി കൊടുക്കാൻ പറ്റാവുന്ന ഒന്ന് ആലോചിക്കുക. സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബംഗാളിലെ നേതാക്കന്മാർ കേരളത്തിലെ നേതാക്കന്മാരെക്കാളൊക്കെ കുറച്ചും കൂടി വിവേകമുള്ളവരുമായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ
ജ്യോതി ബസുവിനെക്കാളും എത്രയോ ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു മാതൃക കമ്മ്യൂണിസ്റ്റുകാരനാണ് ബുദ്ധദേവ്. പക്ഷേ അല്ല, ഒരു തെറ്റായ തീരുമാനം, ഒറ്റക്കൊരു തീരുമാനത്തിൽ ആ പാർട്ടിയുടെ, മുന്നണിയുടെ, സർക്കാരിൻ്റെ എന്ന് മാത്രമല്ല ബംഗാളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭീതി നിർണ്ണയിക്കപ്പെട്ടു. ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഇല്ലാണ്ടാവുകയും ചെയ്തത്, തെരഞ്ഞെടുപ്പിൽ തോൽക്കല്ലല്ലോ, ഒരു പ്രസ്ഥാനമായി ഇല്ലാണ്ടാവുകയും ആ ഒരു വേക്കൻസിയിലേക്ക്, ആ ഒരു വോയിഡിലേക്ക്, അതിൻ്റെ ശൂന്യതയിലേക്ക് BJP കയറി വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുക അത് എത്ര വലിയ ഒരു MLA പോലും ജയിപ്പിക്കാൻ എന്നല്ല. ഞാൻ ആ കണക്ക് കൃത്യമായിട്ട് പരിശോധിച്ചു. 4 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ, മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് എത്തിയതും തെരഞ്ഞെടുപ്പ് ഈ കെട്ടിവെച്ച കാശി തിരിച്ചു പിടിച്ചു. 4 മണ്ഡലത്തിലാണ്. പശ്ചിമ ബംഗാളിൽ 294 മറ്റോ നിയമസഭാ മണ്ഡലങ്ങളിൽ. ഈ 4 മണ്ഡലങ്ങൾ തന്നെ എന്തുകൊണ്ട് BJP പിന്തള്ളപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലായിടത്തും ജയിച്ചത് തൃണമൂലാണ്. 4 സ്ഥലവും മുസ്ലിം മഹാഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കുള്ള ആ മണ്ഡലങ്ങളിൽ, ഇപ്പോൾ മുർഷിദാബാദ്, മാൾഡ പോലെയുള്ള സ്ഥലങ്ങളിൽ, ആ ജില്ലകളിൽ ആണ് ഈ 4 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു പ്രസ്ഥാനം പരിപൂർണമായിട്ട് ഇല്ലാതായി പോയാണ്. ഞാൻ ഈ ക്രിസ്മസിൻ്റെ അവധിക്ക് കൽക്കട്ടയിലും ബംഗാളിലും പല സ്ഥലത്തും പോയി. കൽക്കട്ട നഗരത്തിൽ ഒരു സ്ഥലത്തും മമതാ ബാനർജിയുടെ അല്ലാതെ ഒരാളുടെ പടമില്ല. നരേന്ദ്രമോദിയുടെ പടം പോലും പുള്ളി അന്ന് ഒരു ദിവസം വന്നു, അമിത്ഷാ വന്ന ദിവസമാണ് മോഡിയുടെയും ഷായുടെയും പടങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വേറൊരു ഒന്നുമില്ല. പക്ഷേ ബംഗാളിൽ കൽക്കട്ട നഗരം മുഴുവനും സഞ്ചരിച്ചിട്ട് ഈ സാൽക്കിയ എന്നൊരു സ്ഥലമുണ്ട്, നഗരപ്രാന്തത്തിലാണ്. അവിടെ വെച്ചാണ് പണ്ട് CPM-ൻ്റെ പ്ലീനം നടന്നത്. അവിടെ മാത്രമാണ് ചെങ്കുടികൾ കണ്ടത്, ഒരു 8-10 കുടികൾ. അത് CPM-ൻ്റെ ആണോ CPI-യുടെ ആണോ എനിക്ക് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. അരിവാളും ചുറ്റിക മാത്രമേ, ബംഗാൾ കൊടി പോലുമില്ല. കൊടി സാൽക്കിയയിൽ മാത്രമാണ് കണ്ടത്. സാൽക്കിയയിൽ പണ്ട് പ്ലീനം നടന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം നോക്കി, ഇപ്പോൾ വണ്ടി നിർത്തിയാൽ നോക്കി, അത് സ്ഥലം അറിയണമല്ലോ. ചെങ്കൊടി നമ്മൾ അവിടെയൊക്കെ നോക്കി നടക്കുകയാണ്, കണ്ട സാൽക്കിയയിൽ മാത്രമാണ്. പിന്നെ ഈ ശാന്തിനികേതനിലേക്ക് പോകുന്ന വഴിക്ക് ബർധമാൻ ജില്ലയിൽ ചില സ്ഥലത്ത് ചെങ്കുടികൾ, വേറൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചെങ്കുടി ഒരു സാധനമില്ല. മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ഇത് ബംഗാളിൽ മാത്രമല്ലല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ അതൊരു പ്രൊളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് മാറുന്ന, അത് എന്തുകൊണ്ടാണ്? ഈ ഒരു ജനാധിപത്യ മൂല്യങ്ങൾക്കൊരു വില കൊടുക്കാതെ എല്ലാ അധികാരങ്ങളും ഉള്ളം കൈയിലേക്ക് സാഹസികമായി സ്വാംശീകരിക്കുന്ന ഒരു ഭരണാധികാരിയായി എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും മാറുന്നുണ്ടല്ലോ. അത് ഇവിടെ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇവിടെ ജനാധിപത്യ സംവിധാനം ഉള്ളതുകൊണ്ടാണ് മമതാ ബാനർജിക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? അല്ല, മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ തന്നെ ഇത് ടോട്ടാലിറ്റേറിയനിസത്തെ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിന് വേറൊരു തലത്തിൽ, ഈ മുസോളിനി അല്ലെങ്കിൽ ഹിറ്റ്ലർ കൊണ്ടുവന്ന രീതിയിലല്ല, അവർ ദേശീയതയിലാണ് ഉറപ്പിച്ചത്. സർവ്വദേശീയതയിലും വംശീയതയൊക്കെ പറഞ്ഞു. അത് ശരിക്കുള്ള ഫാസിസം എന്ന് പറയുന്നത് ഈ മുസോളിനിയുടെയാണ്. ഇറ്റലിയിൽ രാഷ്ട്രമാണ് പ്രധാനം. അത് തന്നെയാണ് ഇവിടെ മോഡിയും സംഘമൊക്കെ പ്രചരിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഫാസിസം എന്ന് വെച്ചാൽ ദേശാഭിമാനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ രാജ്യം നല്ലത്, നമ്മുടെ രാജ്യം മാത്രം നല്ലത്, മറ്റെല്ലാ രാജ്യങ്ങളും മോശം. ഇതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാന ചിന്താഗതി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യം ഇറ്റലിയാണ്. ഇറ്റലി ഒഴിച്ച് ബാക്കിയെല്ലാം മോശമാണ്. ഇത് തന്നെ അല്പം കൂടി അതിൻ്റെ മാറ്റ് കൂട്ടിയതാണ് നാസിസം. അതിൽ ആര്യന്മാരാണ്, ശുദ്ധ ആര്യരക്തമുള്ളവരാണ് ജർമ്മൻകാർ, ലോകം ഭരിക്കാൻ നിയുക്തരായവരാണ്, മറ്റെല്ലാം മോശം. ഇതാണ് അവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് യഹൂദന്മാരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. അത് നാസിസം. പക്ഷേ ഇതിൻ്റെ വേറൊരു കൂട്ടാണ്, അതിൻ്റെ സിദ്ധാന്തത്തിൽ വ്യത്യാസമുണ്ട്. തൊഴിലാളികളാണ് രാജ്യം ഭരിക്കേണ്ടത്, കാരണം അവരാണ് അടിച്ചമർത്തപ്പെട്ടത്. അവരുടെ സർവാധിപത്യം, അവിടെ സർവാധിപത്യമാണ്, സർവാധിപത്യം ഉണ്ടാകും, മറ്റുള്ളവർക്കൊന്നും പ്രസക്തിയില്ല. ഇതാണ്. പക്ഷേ അത് യൂണിവേഴ്സലാണ്. തൊഴിലാളി വർഗം ഇവിടെ റഷ്യയിൽ മാത്രമല്ല, ചൈനയിൽ മാത്രമല്ല, ജർമ്മനിയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ആധിപത്യം ഉണ്ടാകും. അതിന് ആശയമൊക്കെ നല്ലതാണ്. പക്ഷേ സംഗതി പ്രയോഗത്തിൽ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിന് വികലമായ ഒരു പ്രയോഗവൽക്കരണമാണ് നടത്തി. അത് മാത്രമാണോ ജനാധിപത്യം? അത് ഇല്ലാത്തത് കൊണ്ട് അതിൽ അല്ല, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ കൺസെപ്റ്റാണ്. മാർക്സിന്റെ അടിസ്ഥാന ബൂർഷ്വാ ജനാധിപത്യം അവർ വിളിച്ചത് തന്നെ. ഇത് ജനകീയ ജനാധിപത്യം. പക്ഷേ ഈ ജനകീയ ജനാധിപത്യത്തിൽ എല്ലാ ജനങ്ങൾക്കും സ്വന്തം ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള പിന്നെ അവകാശം ഇല്ലല്ലോ. ചൈനയിലില്ലല്ലോ. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. ചൈനയിൽ ഇപ്പോഴും ഇല്ല. ഇപ്പോഴും 140 കോടി 150 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് എത്ര പേർക്കാണ് വോട്ടവകാശം? വളരെ കുറച്ച് പേർക്ക്, 44 ലക്ഷം 50 ലക്ഷം പേർക്കാണ് വോട്ടവകാശമുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക,
ഈ കമ്മ്യൂണിസത്തിൽ ഈ പറയുന്ന ജനാധിപത്യത്തിന് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെട്ടത് കൊണ്ടല്ലേ വാസ്തവത്തിൽ ഈ ഒരു സംവിധാനം അല്ല, അതാണ് അതിൻ്റെ അടിസ്ഥാന എല്ലാം പാർട്ടി എന്നതിലേക്ക് ഒതുങ്ങുകയും പിന്നെ അതിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടല്ലേ അല്ല, അതെങ്ങനെയാ വെച്ചാൽ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും ശരിയായ തീരുമാനമായിരിക്കും. ആ തീരുമാനം പാർട്ടി അംഗങ്ങൾക്ക് മാത്രമല്ല, അംഗങ്ങളല്ലാത്ത ആളുകൾക്കും ഗുണകരമായ ശ്രേയസ്കരമായ ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ അതിന് ആരും എതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചതിന് തുല്യമാണ്. കാരണം പാർട്ടിയിലുള്ള ശ്രേഷ്ഠരായ ആൾക്കാരാണല്ലോ, അല്ല, ഈ ജനങ്ങളിലുള്ള ശ്രേഷ്ഠരായ അംഗങ്ങളുള്ള പാർട്ടി മെമ്പർമാർ, അതിൽ യോഗ്യന്മാരായ ആൾക്കാരാണല്ലോ പാർട്ടിയുടെ നേതാക്കന്മാർ, അതിലും വളരെ ഗംഭീരന്മാരായ ആൾക്കാരാണല്ലോ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ, അവരാണല്ലോ അന്തർദേശീയ നേതാക്കൾ. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത് ബർട്രണ്ട് റസ്സൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയൊക്കെ നിയമങ്ങൾ പോലും സ്റ്റാലിൻ്റെ കൽപ്പനകൾ കൊണ്ട് മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത്ര വലിയ ഡോഗ്മയാണ്. ഡോഗ്മ എന്ന് വെച്ചാൽ ഒരു തത്വവാദം, ഈ മർക്കടമുഷ്ടി ഇരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം പണ്ട് എത്രയോ കൊല്ലം മുമ്പ് 60കളിൽ തന്നെ പരിഹാസമായിട്ട് പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ പിന്നെ നമുക്കറിയാം ട്രോട്സ്കി ഈ എന്തെങ്കിലുമൊക്കെ തിരിച്ചൊരു അഭിപ്രായം പറയുന്നവരെ പാർട്ടിക്കകത്ത് തന്നെ എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും അവരെ വകവരുത്തുന്ന ഇപ്പം ട്രോട്സ്കിയൊക്കെ അല്ലേ, ട്രോട്സ്കി പറഞ്ഞ ആശയപരമായ ഭിന്നതയാണ്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ, വേറെ വ്യക്തിപരമായ ഒരു കാര്യമില്ല. പക്ഷേ ട്രോട്സ്കിയെ കൊന്നു, അങ്ങനെ പലതും സംഭവിക്കും. ട്രോട്സ്കിയെ മാത്രമല്ല, ട്രോട്സ്കി പിന്നെ സ്റ്റാലിന് ഏത് കാലത്തും എതിരായിരുന്നു. ലെനിൻ്റെ വിൽപ്പത്ര പ്രകാരം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ട്രോട്സ്കി വരണം എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. അതിനു മുമ്പ് തന്നെ സ്റ്റാലിൻ അവിടെ പിടിമുറുക്കി. ലെനിൻ്റെ അവസാനം വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ലെനിൻ്റെ വിധവയടക്കമുള്ള ആളുകളെയൊക്കെ പുള്ളി കൈകാര്യം ചെയ്തു, ഒതുക്കി. ആ സമയത്ത് ഇദ്ദേഹത്തെ പിന്തുണച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു, കമനീവ് എന്നൊക്കെ പറഞ്ഞ്. അടുത്ത ഘട്ടത്തിൽ അവരെയും പുള്ളി ട്രോട്സ്കൈറ്റുകളായിട്ട് മുദ്രയടിച്ച് അവരെ അതിനാണ് ഗ്രേറ്റ് പർജ് എന്ന് പറഞ്ഞത്, മഹത്തായ ശുദ്ധീകരണം. ആ ശുദ്ധീകരണം കഴിഞ്ഞപ്പോഴും ട്രോട്സ്കി നാട് വിട്ടും മെക്സിക്കോയിലാണ്. ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിനെ സൈദ്ധാന്തിക തലത്തിൽ ന്യായീകരിച്ച ഈ KN കുഞ്ഞഹമ്മദ് കാറ്റഗറിപ്പെട്ട ചിന്തകന്മാരുണ്ടായിരുന്നു, അവരെയും പുള്ളി ഈ പർജിൻ്റെ ഭാഗമായിട്ട് വകവരുത്തി. എല്ലാവരെയും കാലത്ത് വിചാരണ ചെയ്ത് ഉച്ചയ്ക്ക് വെടിവെച്ചില്ലാണ്, അതിന് വേറെ ചിന്തയൊന്നുമില്ല. ആണല്ലേ, കാലത്ത് വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും കുറ്റം തെളിഞ്ഞായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നെ അപ്പീലൊന്നുമില്ല, അപ്പം തന്നെ ഫയറിംഗ് സ്ക്വാഡ് ഒന്ന് വെടിവെച്ചു ചെയ്യും. ഇതിൽ ഈ മരിച്ചുപോയ ആളുടെ ഭാര്യയും കുട്ടികളൊക്കെ തന്നെ ഒന്നുകിൽ വധിക്കുകയോ അല്ലെങ്കിൽ അവർ സൈബീരിയയിലേക്ക് നാടുകടത്തുകയോ ചെയ്യും. ഭയാനകമായ രീതിയിൽ പീഡിപ്പിക്കും. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ചേർന്നത്. അതിന് ശേഷമാണ് ട്രോട്സ്കിയെ വധിക്കുന്നത്. ട്രോട്സ്കി അപ്പോഴത്തേക്കും മെക്സിക്കോയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് പുള്ളി ഒരു കൊലയാളിയെ, സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറായ ഒരാളെ മെക്സിക്കോയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്ന് ഇയാൾ ട്രോട്സ്കിയുടെ ഒരു ആരാധകനായിട്ട് അഭിനയിച്ച് ചെന്നിട്ട് ഐസാക്സോട് വിട്ടു. ആ സമയത്ത് ട്രോട്സ്കി സ്റ്റാലിൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേജിലേക്കാണ് ട്രോട്സ്കിയുടെ രക്തം വന്ന് വീഴുന്നത്. അങ്ങനെ സ്റ്റാലിൻ്റെ ജീവചരിത്രത്തിൽ ട്രോട്സ്കിയുടെ രക്തം വീഴുകയാണ്. ലിറ്ററലി ആ രക്തം വീണ കയ്യെഴുത്ത് പ്രതി ഉണ്ടല്ലോ, അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു. ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ കാണുന്നുണ്ടായി. അവിടെ ഉണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുണ്ട് കയ്യെഴുത്ത് പ്രതി. അപ്പോൾ അല്ല, എന്നിട്ട് കഴിഞ്ഞില്ല. ഈ കൊലപാതകം ഉണ്ടായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ പുറകിൽ ആരാന്നുള്ളതിൽ. പക്ഷേ സ്റ്റാലിനും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ നിരാകരിച്ചു. ഇതിൽ പാർട്ടിക്കോ രാജ്യത്തിനോ യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഈ കൊലപാതക തന്നെ ട്രോട്സ്കിയുടെ ഒരു ആരാധകനായിരുന്നു. ഈ ട്രോട്സ്കിസം എത്ര വലിയ അപകടമാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ മരണം തെളിയിക്കുന്നു എന്നും അവർ പ്രഖ്യാപിച്ചു. ഏതാണ്ട് TP ചന്ദ്രശേഖരൻ്റെ കേസിൽ സംഭവിച്ച പോലെ. അപ്പോൾ TP ചന്ദ്രശേഖരൻ ഒറ്റപ്പെട്ട സംഭവമല്ല. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഇയാൾക്ക് മെക്സിക്കോയിൽ വധശിക്ഷയില്ല. 20 കൊല്ലം കഠിന തടവാണ് പരമാവധി. ആ 20 കൊല്ലം അയാൾ ജയിലിൽ കിടന്നു. 20 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം ജയിൽ മോചിതനായി യൂറോപ്പിലെത്തി. അവിടുന്ന് സോവിയറ്റ് യൂണിയനിലെത്തിയപ്പോൾ അപ്പോഴത്തേക്കും സ്റ്റാലിനൊക്കെ ഭരിച്ചു കഴിഞ്ഞു. ക്രൂഷ്ചേവാണ്. ക്രൂഷ്ചേവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ഇവിടുത്തെ ഭാരതരത്നം പോലെ ട്രോട്സ്കിയുടെ ഘാതകനെ അയാൾക്ക് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചു.
റിയലി അപ്പോൾ നമ്മുടെ എന്താണ് ഈ കുഞ്ഞാനന്ദൻ്റെ മറ്റേ ബർലിംഗ്ടൺ അതെ കറക്റ്റ് അതായത് നമ്മുടെ ഇയാളുണ്ടല്ലോ ട്രൗസർ മരവച്ച് മുഹമ്മദ് ഷാഫി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അവസ്ഥ തന്നെയാണ്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ ഇനി ഇതുപോലെ കേരള രത്നം എന്നൊക്കെ പറഞ്ഞ പുള്ളി ചില ബഹുമതികളുണ്ടാക്കിയിട്ടില്ലേ, അത് കൊടുത്ത് ആദരിക്കും. അല്ല ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ. അപ്പോൾ മാത്രമല്ല അവരെന്ത് ചെയ്താലും അവരുടെ പാർട്ടി കോടതി അന്ന് പഴയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജോസഫായി MC ജോസഫായി ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ കോടതിയുണ്ട്. അപ്പോൾ അവരൊന്നും ഇപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിലാണ്. അവർക്കൊന്നൊരു ജനാധിപത്യ രീതിയിലുള്ള ജനങ്ങളിത് കേട്ടാലെന്ത്, അല്ലെങ്കിൽ ജനങ്ങളെ ഭയക്കുന്ന ഒരവസ്ഥാവിശേഷം ഭരണം കിട്ടിയാൽ ഇവർക്ക് ഇല്ലാതെ പോകുന്നത് ഈ ഒരു ആശയം കൃത്യമായിട്ട് തലച്ചോറുള്ളതുകൊണ്ടാണ്. ആ ഒരു ആശയം ഉണ്ടെന്ന് മാത്രമല്ല, എന്നാൽ പോലും കുറേയൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേയൊക്കെ ഓപ്പണായിട്ടല്ലേ പറ്റുള്ളൂ. PMS നമ്പൂതിരിപ്പാടും നായനാരും ഒക്കെ ഇവിടെ മുഖ്യമന്ത്രി വരായിരുന്നിട്ടില്ലേ? അതെ അതെ. പക്ഷെ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരേ സമയത്ത് തന്നെ ഈ വരട്ട് തത്വവാദത്തിൽ ഉറച്ചു നിൽക്കുകയും അതേ സമയത്ത് തന്നെ മുതലാളിത്തം നമ്മുടെ രാജ്യത്ത് ശരിക്കുള്ള മുതലാളിത്തം ഇല്ല. ഇവിടെയുള്ളത് ഒരുതരം ദുഷിച്ച ചൂഷണ വ്യവസ്ഥയാണ്. ശരിക്കുള്ള മുതലാളിത്തം ഇതല്ല. അത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാലേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ദുഷിച്ച് ജീർണിച്ച ഒരുതരം ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ്. അവരുമായിട്ട് കൂട്ടുകൂടുകയും അതിൻ്റെ തൊളി കൈയിട്ട് നടക്കുകയും അതിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഇപ്പം നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പഴയ അംബാസഡർ കാറിലാണ് പുള്ളി ഹാജരായിരുന്നത്. ആ കാറിന് വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് എസ്കോർട്ടും ഇല്ല, പൈലറ്റും ഇല്ല. അത് വലിയ ഗമയായിട്ടാണ് നായനാർ പറഞ്ഞത്. പിണറായി വിജയൻ എത്ര എസ്കോർട്ട്? കരുണാകരൻ എസ്കോർട്ടിനേക്കാൾ ഭയങ്കരമല്ലേ? കരുണാകരന് മുമ്പിൽ പൈലറ്റും പുറകിൽ എസ്കോർട്ടും മാത്രമേ ഉണ്ടായിരുന്നു. ഇത് 40 വാഹനങ്ങളുടെ അകമ്പടിയോട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവിന് ഇല്ലാത്ത രീതിയിലുള്ള ആർഭാടത്തിലാണ് പുള്ളിയുടെ എഴുന്നള്ളത്ത്. അപ്പോൾ യാത്രയല്ലേ, എഴുന്നള്ളത്താണ്. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് അതിൻ്റെ വിമർശനങ്ങൾ ഉണ്ടാവില്ല. പാർട്ടിക്കകത്ത് ഉൾപാർട്ടി വിമർശനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിമർശനം ഉണ്ടാകണം. അതാണ് കമ്മ്യൂണിസം. അങ്ങനെ ആർക്കും ആരെയും വിമർശിക്കാം. പാർട്ടി കമ്മിറ്റിക്കകത്ത് വിമർശിക്കാം, പുറത്ത് പറ്റില്ല. പക്ഷേ ഇത് പാർട്ടി കമ്മിറ്റിക്കകത്തും ചർച്ചയില്ല, വിമർശനമില്ല. എല്ലാവരും ഇദ്ദേഹത്തെ സ്തുതിക്കുന്ന അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. സാധാരണ ഇപ്പോൾ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി രണ്ട് അധികാര കേന്ദ്രങ്ങളാണ്. മുഖ്യമന്ത്രിയേക്കാൾ ഒന്നുകൊണ്ട് കുറഞ്ഞ ആളല്ല സെക്രട്ടറി. അതെ അതെ. ഇപ്പോൾ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അച്യുതാനന്ദൻ സെക്രട്ടറി, അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിജയൻ സെക്രട്ടറി. അങ്ങനെയുള്ളൂ. സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയെ തിരുത്താനും നിയന്ത്രിക്കാനും ശാസിക്കാനും ഒക്കെ അധികാരമുണ്ട്. EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ MN ഗോവിന്ദൻ നായർ സെക്രട്ടറി. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ സെക്രട്ടറിക്ക് പവറില്ല. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ യെസ്മാനായിട്ട് മാറി. അതാണ് ശരിക്കുള്ള ദുരന്തം. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ തെറ്റ് തിരുത്താനോ ഒരാളില്ലാണ്ട്. ഈ ഓൾ ഇന്ത്യ സെക്രട്ടറി ആണെങ്കിലോ? ഓൾ ഇന്ത്യ സെക്രട്ടറി ഓൾ ഇന്ത്യ തമാശയല്ലേ? പുള്ളിയൊരു ഓൾ ഇന്ത്യ ജോക്കറായിട്ട് മാറിയതുള്ളതാണ്. അത് ഭയങ്കര ദയനീയമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ എല്ലാ കാലത്തും ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു, PK വാസുദേവൻ നായർ, EK നായനാർ, അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട്, ഇവരൊന്നും ഉണ്ടായ ഒരു കാലത്തെ പോലെ അല്ലല്ലോ ഇന്നിപ്പോൾ നടക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പം കഴിഞ്ഞ കാലത്ത് അവർ എതിർത്ത എല്ലാ കാര്യങ്ങളും, അന്ന് നമുക്കറിയാം വേൾഡ് ബാങ്കിനെ, അതല്ലെങ്കിൽ വിദേശ ADBIയെ, അല്ലെങ്കിൽ വിദേശ സർവകലാശാല വരുന്നതിനെ, അതല്ലെങ്കിൽ എന്താ പറയുക എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഒരു കാലത്ത് നിന്ന് എതിർക്കുകയും എല്ലാത്തിലും എതിർക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭരണം കിട്ടുമ്പോൾ ഇതിനൊക്കെ ന്യായീകരിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഇതിനൊക്കെ എങ്ങനെയായിരിക്കും പാർട്ടി പ്രവർത്തകരെ എങ്ങനെയാണ് അവർ ബോധ്യപ്പെടുത്തുന്നത്, കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് അവസ്ഥ? അല്ല, പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ചിന്താശക്തി ഇല്ലാത്ത ആൾക്കാരാണ്. പാർട്ടി ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും, ശരിയായത് മാത്രമേ പാർട്ടി ചെയ്യുള്ളൂ, പാർട്ടി ചെയ്യാത്തതെല്ലാം തെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അങ്ങനെ കേരളത്തിലെ ഇത്രമാത്രം അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പേര് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാർ. നമ്മുടെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. പാർട്ടി ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും, പാർട്ടി ചെയ്യാത്ത ഒന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കൊക്കെ ബോധ്യം വന്നു തുടങ്ങി. അതിപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് റിസൾട്ട് കൊണ്ട് നോക്കിയാൽ വ്യക്തമല്ലേ. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിലെ വോട്ട് നോക്കിയാൽ മതി. പ്രദീപ് കുമാറിന് കിട്ടിയേക്കാളും എത്ര കുറഞ്ഞ വോട്ടാണ് രാഘവന് കിട്ടിയത്. നമ്മുടെ കരീമിന് കിട്ടിയത്. അവിടെ വോട്ട് ശരിക്കും രാഘവൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്. രാഘവൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചായിട്ട് നമുക്ക് തോന്നുന്നു വെച്ചാൽ രാഘവന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള വോട്ട് വർധന ഉണ്ടായിട്ടു. സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വോട്ട് വല്ലാതെ കുറഞ്ഞു പോയി.
ഇവിടെ കുറവ് സംഭവിക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും. കാരണം ഭൂരിപക്ഷം പറഞ്ഞു. അതെ, അതെ. സത്യത്തിൽ ഈ കരീമിൽ നിന്ന് ചോർന്നു പോയ വോട്ട് രമേശിനാണ് കിട്ടിയത് വലിയൊരളവ് വരെ സി പി എം. CPM. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പിന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വലിയൊരു വോട്ട് BJP-യിലേക്ക് പോയി. അത് ആറ്റിങ്ങൽ നോക്കിയാൽ കൃത്യമാണ്, അല്ലെങ്കിൽ ആലപ്പുഴ നോക്കിയാൽ കൃത്യമാണ്. ഈവൻ കോഴിക്കോട് വടകര സീറ്റുകൾ പോലും അത് വ്യക്തമാണ്. നോക്കിയാൽ വളരെ വളരെ അതുകൊണ്ടാണോ ഇപ്പോൾ വീണ്ടും അത് കഴിഞ്ഞ ശേഷം ഹിന്ദുത്വ അജണ്ടയിലേക്ക് CPM തിരിച്ചു വളരെ വ്യക്തമല്ലേ, വളരെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആണല്ലേ, വളരെ വളരെ എവിഡൻ്റ് ആണ്. എങ്ങനെയെങ്കിലും ഇവരെ പ്രീണിപ്പിക്കണം എന്നൊരൊറ്റ താല്പര്യം വെച്ചിട്ടാണ്. പണ്ട് നേരത്തെ എനിക്ക് തോന്നുന്നു CPM-ൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഈ ഒരു സവർണ വിഭാഗം മാത്രമാണ് അത് കോൺഗ്രസിനാണ് ബാധിക്കുക, BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നതായിരുന്നു അവർ കാഴ്ചപ്പാടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ല, അത് ഒരു വലിയ പരിധി വരെ ശരിയുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ നമ്മൾ BJP സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്ത് 82-ലാണ് അവർ ആദ്യം വരുന്നില്ല, 87-ലാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ഭാഗികമായിട്ട് BJP-ക്കും ഗണ്യമായിട്ട് LDF-നുമാണ്. 87-ലെ ഇലക്ഷൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലം നമ്മുടെ അന്ന് ആലുവയല്ല, തൊട്ടടുത്ത മണ്ഡലമാണ് ആലുവയിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥിയും UDF-ൻ്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം സമുദായ അംഗങ്ങളായിരുന്നു. അന്നാണ് BJP-ക്ക് ഏറ്റവും അധികം വോട്ട്, 10,000 വോട്ട് തികച്ച് കിട്ടിയത്. അന്ന് 10,000 വോട്ടെന്നൊക്കെ വെച്ചാൽ വലിയ സംഖ്യ, വലിയ സംഖ്യ. പിന്നീട് ഒരിക്കലും വളരെ കാലത്തേക്ക് അത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ രീതിയിലൊരു സാമുദായികമായ സംഗതി 87-ലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷാബാനു കേസൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയത് യഥാർത്ഥത്തിൽ ഈ സവർണ ഹിന്ദു വോട്ടുകൾ, അന്യതാ കോൺഗ്രസ് കിട്ടുമായിരുന്ന കുറേ വോട്ടുകൾ BJP-ക്ക് പോയതുകൊണ്ട് അതിൻ്റെ ഗുണം LDF-ന് കിട്ടി. BJP വോട്ടിനേക്കാളും LDF-ന് വോട്ടിയാണ് ഫലം മാറ്റാൻ നല്ലതെന്നുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ സവർണ വോട്ടിൽ വന്ന മാറ്റമാണ്. പക്ഷേ പിന്നീടത് ഇതായി. ഇപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ സവർണ ഹിന്ദുക്കൾ മാത്രമല്ല, അവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പട്ടിക സമുദായക്കാരും വരെ BJP ആയി. ഇപ്പോൾ ഇത് നടത്തിയല്ലോ, പ്രാണപ്രതിഷ്ഠ നടത്തിയല്ലോ അയോധ്യയിൽ. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അക്ഷതം കൊണ്ടുവന്നു, അരിയും ഗോതമ്പൊക്കെ കുടിച്ച് അതൊരു പൊതിയായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ തൊട്ട് പടിഞ്ഞാറ് വീട്ടിൽ ഒരു നായർ യുവാവ്, തൊട്ട് കിഴക്കേ വീട്ടിൽ പുലയ സമുദായക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കൂടി ചേർന്നാണ് കൊണ്ടുവന്നത്. ഈ പുലയ സമുദായക്കാരൻ്റെ കയ്യിൽ ഒരു കാവിക്കൊടി. അപ്പോൾ ഇവൻ ഇതിൻ്റെ ആളായി എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ പറയും, ഇപ്പോഴാണ് നീ ശരിക്കും കൊടി സുനിയായത്. അവൻ്റെ പേര് സുനി എന്നാണ്, സുനിൽ കുമാർ എന്ന് പറ്റാണ് സുനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ വലിയ സന്തോഷത്തിലേക്ക്. ഞാൻ പറഞ്ഞു, ആ മാറ്റം ചെറിയ മാറ്റമല്ല. പണ്ട് കാലത്തൊക്കെ ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആരും BJP-ക്കോ അതിൻ്റെ പരിസരത്തേക്ക് പോകില്ല. ക്രിസ്ത്യാനികളെ BJP ചേർക്കണേക്കാൾ ബുദ്ധിമുട്ടാണ് ഈഴവരെ BJP ആക്കാൻ. അവിടേക്കൊക്കെ അവർ കടന്നു കയറി കഴിഞ്ഞു. അതിന് പല കാരണങ്ങളുണ്ട്, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ മാറ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ BJP-ക്കാരെന്ന് വെച്ചാൽ വളരെ CPM-കാരെ പോലെ കോൺഗ്രസ്സുകാരെ പോലെ വേറെ ഒരു പാർട്ടിക്കാരെ പോലെയല്ല, വളരെ സ്കീമിംഗ് ആണ്. തിരുവനന്തപുരത്ത് അവർക്ക് ഭരണം കിട്ടിയില്ല. മേയർ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്, നായന്മാരുടെ കേന്ദ്രമാണ് തിരുവനന്തപുരം. ഈ ഡെപ്യൂട്ടി മേയറായിട്ട് വന്ന പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വിരൽ ചൂണ്ടുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസോ വേറൊരു പാർട്ടിയോ ആണെങ്കിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവർ പരിഗണിക്കുമോ? ഒരു സാധ്യതയില്ല. നമുക്കറിയാം, സംവരണ സീറ്റ് അല്ലെങ്കിൽ ഇത് വനിതാ സംവരണമാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഇവിടെ ഈ തൃപ്പൂണിത്തുറ, നമ്മുടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലും ഇത്തവണ മുനിസിപ്പാലിറ്റി 20-21 21 BJP, 20 LDF, പിന്നെ 8-9 കോൺഗ്രസ്. അവർക്ക് ഭരണം കിട്ടി. ഭരണം കിട്ടിയപ്പോൾ നഗരസഭാ ചെയർമാനായിട്ട് കൊണ്ടുവന്നത് വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമായ ഒരു പിന്നോക്ക സമുദായ അംഗത്തെയാണ്, കുടുംബി സമുദായം. കേരളത്തിൽ ഇതിനു മുമ്പ് ഇന്ന ദിവസം വരെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കുടുംബി സമുദായത്തിൽപ്പെട്ട ഒരാൾ മുനിസിപ്പൽ ചെയർമാനായി കാണാൻ സാധ്യമില്ല. ഞാൻ പറയുന്നത് അവിടെ സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, രാജകുടുംബാംഗങ്ങൾ വരെ കൃത്യമായൊരു സ്കീമുണ്ട്. അതിൻ്റെ പുറകിൽ വ്യക്തമായ അജണ്ടയുണ്ട്. അത് ചെയ്യാനുള്ള രീതിയും അവർക്കറിയാം. അജണ്ട വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് നിഷ്കളങ്കമായിട്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ OBC പൊളിറ്റിക്സ്, നമ്മൾ ഈ മണ്ഡൽ കമ്മീഷനെ പറ്റി പറയുമല്ലോ, മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം രാജ്യത്ത് വലിയ മാറ്റം ഉണ്ടാക്കി. എല്ലാവരും വിചാരിച്ച BJP പൊളിഞ്ഞു പോകുന്നതാണ്. പക്ഷേ BJP-ക്കാരെന്ന് വെച്ചാൽ മണ്ഡൽ കമ്മീഷനെ അവർ വിഴുങ്ങി. അതെ അതെ. OBC വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. ഉമാഭാരതിയെ പോലെ, അല്ലെങ്കിൽ ഗോപിനാഥ് മുണ്ടെ,
അതുമല്ലെങ്കിൽ നരേന്ദ്രമോദി, മോഡി വരെ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അവർ അതിനെ പറ്റിയ ആളുകളെ പൊക്കിക്കൊണ്ടു. മണ്ഡൽ കമ്മീഷൻ കൊണ്ട് ദോഷം പറ്റിയ അവസാനം കോൺഗ്രസ്സിനാണ്. അതെ അതെ. മൊത്തം വടക്കേ ഇന്ത്യ ജാതിവൽക്കരിക്കപ്പെട്ടു. പക്ഷേ ഈ ജാതികളെ ഉപജാതികളെയും ഒക്കെ ഇവർ വിഴുങ്ങി. അല്ലെങ്കിൽ ആ രീതിയിൽ പെർമ്യൂട്ടേഷൻ കോമ്പറേഷൻ അവർക്ക് അനുകൂലമായിട്ട് രീതിയിൽ തിരിച്ചു. ഞാൻ പറഞ്ഞത് ഈ മറ്റ് പാർട്ടികളും BJP തമ്മിലൊരു അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത് അവർ വളരെ 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 കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യവും നീക്കുന്നത്. കാഴ്ചക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഇവന് 20ാമത്തെ നീക്കമാണ് ആദ്യം മനസ്സിൽ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പം നമുക്ക് അതായത് പണ്ട് കാലത്ത് അടിമത്തം, അതിൽ നിന്ന് നാടുവാഴിത്തത്തിൽ നിന്ന് പിന്നെ മുതലാളിത്തത്തിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായി, അവിടെ പിന്നെ വിപ്ലവം നടന്നു. ആ വിപ്ലവം അതിൻ്റെ പുതിയ രൂപമായിട്ട് സാമ്രാജ്യത്വം കൂടി പറഞ്ഞു. അവിടെ വിപ്ലവം നടന്നു, അങ്ങനെ പിന്നെ അധികാരത്തിൽ വന്നു, സോഷ്യലിസം കൈവരിച്ചു, പിന്നീട് കമ്മ്യൂണിസത്തിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ഇത് കൃത്യമായി നടക്കുന്നൊരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് അതിനെക്കുറിച്ച് പറഞ്ഞത് വേനൽ കഴിഞ്ഞ് അത് മഴ വരുന്നു, മഞ്ഞ് വരും. ഇതുപോലെ ഒരു പ്രകൃതിയുടെ കൃത്യമായ എന്താ പറയുക ഒരു അവസ്ഥയാണ്. ഇത് വന്നിരിക്കും, ഇത് വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ ഈ കമ്മ്യൂണിസത്തിൻ്റെ ബാലപാഠം എന്ന് പറഞ്ഞാൽ NE ബലറാം എഴുതിയൊരു ഞാനത് വായിച്ചിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിസം മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോഴും ഇത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ സാമൂഹ്യപരമായ ഈ പറയുന്ന പുരോഗതി ഉണ്ടാകുമെന്നാണോ, അതായത് ഈ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണോ, ആ വ്യതിയാനത്തിൻ്റെ അവസാനം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നൊരവസ്ഥയുണ്ടോ? ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിശ്വാസമൊക്കെ പോയല്ലോ. സോവിയറ്റ് യൂണിയൻ തന്നെ ഈ പറഞ്ഞ രീതിയിലല്ല അവിടെ വികസനം ഇതുണ്ടായത്. മാർക്സിൻ്റെ പ്രൊഡിക്ഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ വർഗസമരം നടക്കേണ്ടത് മുതലാളിത്ത രാജ്യങ്ങളിലാണ്. ഫ്രാൻസിലും ബ്രിട്ടനിലും അങ്ങനെയാണെങ്കിൽ ആദ്യം വിപ്ലവം ഉണ്ടാവേണ്ടത് അമേരിക്കയിലാണ്, പിന്നെ ബ്രിട്ടനിലാണ്. കാരണം അവിടെയാണ് ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളെ ഏറ്റവും അധികം ഈ ഉടമസ്ഥന്മാർ ചൂഷണം ചെയ്തിരുന്ന സ്ഥലം. മാത്രമല്ല പാരീസ് കമ്മ്യൂണൊക്കെ തകർന്നു. അത് നിസ്സാരമായിട്ട് പാരീസ് കമ്മ്യൂണൊക്കെ പിന്നെ ഇങ്ങനെ ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ച് ഇല്ലാതായി പോയതാണ്. പക്ഷേ ശരിക്കും വിപ്ലവം നടക്കേണ്ടത് വളരെ വ്യവസായവൽകൃതമായ മുതലാളിത്ത രാജ്യങ്ങളിലാണ്. റഷ്യ ഒരു കാർഷിക രാജ്യമാണ്. റഷ്യ കാർഷിക രാജ്യമാണ്. റഷ്യയിൽ വിപ്ലവം ഉണ്ടായത് വേറൊരു രീതിയിലാണ്. അതായത് 1ാം ലോക യുദ്ധത്തിൽ പോയിട്ട് റഷ്യക്ക് വലിയ പരാജയം ഉണ്ടായി. ഈ പരാജയം യുദ്ധത്തിന് പോകുമ്പോൾ ചക്രവർത്തിക്ക് വലിയ ഗ്ലാമറാണ്. സാർ ചക്രവർത്തിക്ക് ഗ്ലാമറിലാണ് പുള്ളി യുദ്ധത്തിന് പോകുന്നത്. പക്ഷേ യുദ്ധം പുള്ളി വിചാരിച്ച രീതിയിൽ പോയില്ല. കാരണം അത് ട്രെയിൻഡായിട്ടുള്ള ഒരു പട്ടാളമില്ലായിരുന്നു. കർഷകർ കൂന്താലി എടുത്തിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. മറ്റ് ജർമ്മൻകാർ വളരെ ശക്തരാണ്. അപ്പോൾ ജർമ്മനിയുടെ അടുത്ത് ഏറ്റുമുട്ടി പിടിച്ചേക്കാനുള്ള സാമഗ്രി റഷ്യക്കില്ല. വലിയ പരാജയമുണ്ടായി. അതുകൊണ്ട് ഈ ചക്രവർത്തിയുടെ ഗ്ലാമർ പോയി. അപ്പോൾ പുള്ളി പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥ. നാട്ടുകാർ മുഴുവൻ എതിരായി. കാലത്ത് ചക്രവർത്തിക്ക് ജയ് വിളിച്ച ആൾക്കാർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുള്ളിക്ക് മൂർദാബാദ് വിളിക്കുന്ന അവസ്ഥയെത്തി. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ചക്രവർത്തിനി ജർമ്മൻകാരിയായിരുന്നു. അതുവരെ ആയിരുന്നു. മിക്കവാറും ഇവർ രാജകുടുംബങ്ങളിൽ നിന്നാണല്ലോ കല്യാണം കഴിക്കുക. അപ്പോൾ ഇവർ ജർമ്മൻകാരി ആയതുകൊണ്ടാണ് നമ്മൾ തോറ്റതെന്ന് വരെ ആൾക്കാർ വിചാരിച്ചു. ഈ പരാജയം ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾ പല കാരണങ്ങളും കണ്ടുപിടിക്കില്ലേ. അപ്പോൾ അങ്ങനെ രാജകുടുംബത്തിനും ഈ രാജ്ഞിയുടെ ജാരൻ എന്ന് കരുതപ്പെട്ടിരുന്ന റാസ്പുട്ടിൻ ഉണ്ട്. റാസ്പുട്ടിനെതിരായിട്ട് ആളുകൾ തിരിഞ്ഞു. അപ്പോഴും ചക്രവർത്തിയോട് ജനങ്ങൾക്ക് വലിയ വിരോധമില്ല. ഇയാൾ അൺപോപ്പുലറായിരുന്നു മാത്രം. അപ്പോൾ പുള്ളി നിക്കകളില്ലാത്ത സ്റ്റേജിൽ സ്ഥാനത്യാഗം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുജനോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. അനുജൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, പുള്ളി ഒഴിവാകും. അങ്ങനെ ചക്രവർത്തിക്ക് വേണമെങ്കിൽ ബ്രിട്ടനിലേക്കോ ഫ്രാൻസിലേക്കോ രക്ഷപ്പെടാം. പക്ഷേ ഈ 2 രാജ്യങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ബ്രിട്ടനിലെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനാണ്. പുള്ളിയും സ്വീകരിച്ചില്ല. ഇയാൾ ഇവിടെ വന്നാൽ നാട്ടുകാരെ എതിരാവും എന്ന് വിചാരിച്ചിട്ട് ഒരു രാജ്യവും പുള്ളിക്ക് അഭയം കൊടുക്കുന്നില്ല. അത് വലിയ സങ്കടമാണ്. അങ്ങനെ അദ്ദേഹം സൈബീരിയയിലേക്ക് കുറേശ്ശെ അങ്ങനെ പോവുകയാണ്. വലിയ രാജ്യമുള്ളൂ, വിട്ട് പോവുകയാണ്. ആ സമയത്താണ് ഇവിടെ ആദ്യത്തെ വിപ്ലവം, മാർച്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോഴും ഒരു പുരോഗമന ചിന്താധികാരനായ കെറൻസ്കിയാണ് അധികാരം പിടിച്ചെടുക്കുന്നത്. അതാണ് മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത്, ന്യൂനപക്ഷം. പക്ഷേ അപ്പോൾ യുദ്ധം നിർത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ജർമ്മൻകാരായിട്ട് വിട്ടുവീഴ്ച ചെയ്ത് സന്ധി ചെയ്ത് യുദ്ധം നിർത്തണം. ഈ യുദ്ധം നിർത്തണം എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, നിർത്താൻ പറ്റില്ലല്ലോ. ജർമ്മൻകാർ ചോദിക്കുന്നത് ഭയങ്കരമായ ഡിമാൻഡുകളാണ്. അവർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ റഷ്യയുടെ വലിയൊരു ഭാഗം വിട്ടുകൊടുക്കേണ്ടി വരും. അത് പറ്റില്ല. ഒരു രാജ്യത്തിന് താങ്ങാൻ പറ്റാത്ത ഡിമാൻഡാണ്. അപ്പോൾ ഇയാൾ യുദ്ധം ചെയ്യാനും പറ്റില്ല, യുദ്ധം നിർത്താനും പറ്റില്ല. ആ ഘട്ടത്തിലാണ് ലെനിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ട്രോട്സ്കിയുടെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് വിപ്ലവം, നവംബർ വിപ്ലവം ഉണ്ടാകുന്നത്. പക്ഷേ ഇവരെന്താ ചോദിച്ചാൽ
അപ്പോൾ അത് സംഗതി വശാൽ സംഭവിച്ചു പോയതാണ്. അല്ലാണ്ട് ശരിക്കും ഐഡിയലായിട്ടുള്ളൊരു മാറ്റമല്ല, ഐഡിയോളജിക്കലായിട്ടുള്ള മാറ്റവുമല്ല. ആ വിജയിച്ച വിപ്ലവത്തിൻ്റെ മുൻപന്തിയിൽ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ വന്നു എന്നുള്ളതുകൊണ്ടാണ് വിപ്ലവം വിജയിച്ചത്. അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിട്ടുണ്ടായ വിപ്ലവമല്ല, ഈ കെറൻസ്കിയെ തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്ത ഒരു സമരമായിരുന്നു. പക്ഷേ ലെനിനും സംഘവും വന്നപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ജർമ്മൻകാരുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് ഉടമ്പടി ഒപ്പിട്ടു. അപ്പോൾ യുദ്ധം തീർന്നു, ഇവരവിടെ പിടിമുറുക്കി. അപ്പോഴും ഈ വർഗ്ഗശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കുലാക്കുകളായിട്ടുള്ള യുദ്ധമുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ വലിയ അടിച്ചമർത്തലിൽ ചെന്ന അവസാനിക്കും. പക്ഷേ അവർ പിടിമുറുക്കി, അങ്ങനെ അവരുടെ ഭരണം വന്നു. അതാണ് വിപ്ലവം. അല്ലാണ്ട് ഈ മാർസ് വിഭാവനം ചെയ്ത പൊട്ടിത്തെറിയല്ല ഉണ്ടായത്, വർഗ്ഗസമരമല്ല ഉണ്ടായത്. വർഗ്ഗസമരത്തോട് സാധനം അവിടെ ഇല്ല. പിന്നെ അവർ വർഗ്ഗസമരമായിട്ടൊക്കെ അങ്ങനെ മാർക്സിസം ലെനിനിസമായി മാറിയത്. പക്ഷേ ലെനിൻ അതിന് അങ്ങനെ ഒരു വിവക്ഷ കൃത്യമായിട്ട് കൊടുത്തില്ല. അത് പിൽക്കാലത്ത് ആളുകൾ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയെടുത്താണ് ലെനിനിസം എന്നുള്ള പ്രിൻസിപ്പിൾ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബംഗാളിലെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ തിരിച്ചടി, അതിൻ്റെ അപചയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ തുടർഭരണം വന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ രൂപത്തിൽ കൃത്യമായ ഒരു അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങളൊരു അഭിപ്രായം? എന്താ? അത് ഭയാനകമായ രീതിയിൽ ഈ അപജയം പ്രകടമായി എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞ ഈ അപജയത്തിൻ്റെ തുടക്കം കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമുണ്ടല്ലോ, ഉപ്പുരസം ഇല്ലാതാകുന്ന പോലെയാണ് കമ്മ്യൂണിസത്തിൻ്റെ ഈ അടിസ്ഥാന സ്വഭാവം മാറിക്കഴിഞ്ഞാൽ. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്നുള്ള ജനങ്ങളുടെ മൂഢവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുന്നത് ഇപ്പോഴല്ല. ഇപ്പോഴത് വളരെ പ്രത്യയശാസ്ത്രപരമായിട്ട് എന്ത് അടിസ്ഥാന പിന്നെ സംഭവമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർത്ത എല്ലാ പദ്ധതികളും ഇപ്പോൾ കൊണ്ടുവരുന്നു. ഈ പ്രത്യയശാസ്ത്രപരമായി എന്തെങ്കിലും ഒരു പാരാമീറ്റർ വെച്ചുകൊണ്ടാണ് ഇതിനൊക്കെ അളക്കുന്നത്. എങ്ങനെ അവർക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുക? സ്വാഭാവികമായിട്ട് അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം, ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകലുന്നു പോയതിൻ്റെ രണ്ട് കാര്യം. ഒന്ന്, പ്രത്യയശാസ്ത്രം അറിയാവുന്ന ആളുകൾ തീരെ ഇല്ലാതെ. പണ്ട് EMS ഉണ്ടായിരുന്നു. EMS ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിക്കാർ വരുന്നത്. EMS മരിച്ചപ്പോൾ പിന്നെ ചിന്തിക്കാൻ ആരുമില്ലാണ്ടായി. പിന്നെ വാളെടുത്തവരൊക്കെ ചിന്തിക്കുക, EMS പറയുകയും ചെയ്യും. EMS പറഞ്ഞാൽ പിന്നെ അതാണ് ശരി. EMS പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും ആൾക്കാർ ശരിയാണെന്ന് വിചാരിക്കുന്നത്. EMS ആണല്ലോ പറഞ്ഞത്. വായിക്കാനും പറയാനും EMS ഉണ്ട്. EMS ഇല്ലാണ്ടായി. അതൊരു കാര്യം. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഈ പിണറായിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രപരമല്ലാത്ത ഒരു സംഭവ വികാസം ഉണ്ടായി വന്നു. അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ സെക്രട്ടറി ആയപ്പോഴല്ല, കൈരളി ചാനലിന് വേണ്ടി പണം പിരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് വിദേശത്ത് പോകാനും അവിടെയുള്ള മുതലാളിമാരായിട്ട് കൂട്ടുകൂടാനും ഈ സപ്തനക്ഷത്ര ഹോട്ടലുകളൊക്കെ താമസിക്കാനും ഒക്കെ പാർട്ടിക്കാർ തുടങ്ങിയത്. അതിന് മുമ്പ് ഈ സംവിധാനം ഇല്ലായിരുന്നു. ഈ പിന്നെ കൈരളി ചാനലിൻ്റെ കൈരളി ചാനൽ അവിടെ കറക്റ്റ് ഒരു പോയിന്റ് നമ്മൾ ചോദിക്കുമ്പോൾ ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അത് നമ്മളൊരു ഒരു കോർണർ സ്റ്റോണായിട്ട് കാണിക്കില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അന്നേ മനസ്സിലായി ഇത് വലിയ തകർച്ചയിലേക്ക് പോകുന്നു. ഇപ്പം ഞാൻ വലിയൊരു പ്രവാചകനായിട്ട് പറയാനല്ല, ആ ഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി കൈരളി ചാനലിന് വേണ്ടി പണം പിരിക്കാനായിട്ട് പോകുകയും ചാനൽ തുടങ്ങിയതല്ല പ്രശ്നം, അതിനു വേണ്ടി പണം സമ്പാദിച്ച രീതി, അവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ തുടക്കം. അതിനുശേഷം മുതലാളിമാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട്, പിന്നെ പണം. അപ്പോഴും ഈ VS അച്യുതാനന്ദനും അതുപോലെ പഴയ കട്ടൻ ചായ പരിപ്പോട കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെ ചെറുത്ത് നിൽക്കുന്നുണ്ട് ഈ പിന്നെ ഇതിനകത്ത് പാർട്ടിക്കകത്ത്. പക്ഷേ അപ്പോൾ അതിൽപ്പെട്ട കുറേ ത്യാഗധനരായ മറ്റേ ലോറൻസ് പാർട്ടി പ്രവർത്തകർ അപ്പോൾ VSന്റെ കൂടെയല്ലേ? അതെ, കാരണം സാധാരണ പ്രവർത്തകർ VSന്റെ കൂടെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ കണ്ട് ശീലിച്ചു പോയ, അവർ പരിചയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ VSൻ്റെയാണ്. VS തെറ്റില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ല ഞാൻ പറഞ്ഞത്. VSനും അദ്ദേഹത്തിൻ്റെതായ അബദ്ധങ്ങളും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു ശീലിച്ച നമ്മുടെ മനസ്സിൽ സങ്കല്പത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ VS ആണ്, പിണറായി അല്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡൈക്കോട്ടമി ഉണ്ടാകുന്ന അവിടെയാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇത് പിണറായി വിജയൻ ഈ VSനെ പാർട്ടിക്കകത്തും ഭരണ സംവിധാനത്തിലുമൊക്കെ പരാജയപ്പെടുത്തി. VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. കാരണം ഈ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും ഇദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായതുകൊണ്ട്. അതെങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത് വാസ്തവത്തിൽ? അത് പാർട്ടിക്കകത്ത് ഈ പിന്നെ കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ് VS, ഇപ്പോൾ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുടെ വലിയ ആവേശം VS. പിന്നെ എങ്ങനെ VSനെ മാറ്റിയിട്ട് പിന്നെ VSൻ്റെ മേലൊരു അധീശത്വം സ്ഥാപിക്കാൻ പിണറായി വിജയൻ? അത് ഈ പാർട്ടി സംഘടനയുടെ രീതി അനുസരിച്ച് ഒരിക്കൽ പാർട്ടി സെക്രട്ടറി ആയ ആളെ സാധാരണ ഇതിൽ അവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. അയാൾക്ക് ഈ സംവിധാനത്തിൻ്റെ മീതെ വലിയ സ്വാധീനമുണ്ട്. പിന്നെ പിണറായി വിജയന് നമ്മൾ എന്തൊക്കെ എതിര് പറഞ്ഞാലും അദ്ദേഹത്തിന് ആജ്ഞാശക്തി ഭയങ്കരമാണ്.
ഇദ്ദേഹത്തെ എതിർത്ത് പറയാൻ ആർക്കും പറ്റുകയില്ല, ഒരു നേതാവിനും പറ്റുകയില്ല. അത് ഭയങ്കരമാണ്. ആ ഒരൊറ്റ ക്വാളിറ്റിയിലാണ് ചങ്കൂറ്റം എന്ന് പറയില്ല, അത് ഭയങ്കരമാണ്. അത് വച്ചിട്ടാണ് പുള്ളി ഈ നിലയിലെത്തിയത്. പക്ഷേ അതനുസരിച്ച് ഇത് വലതുപക്ഷവൽക്കരിക്കപ്പെടുകയും അങ്ങേയറ്റം ജീർണിച്ച ഒരു നിലയിലേക്ക് പോയിച്ചു. അതുകൊണ്ടാണ് 40 കവചിത വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടി അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ പോകുന്നു. കാശ്മീർ മുഖ്യമന്ത്രിക്ക് പോലും ഇത്ര സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ജീവൻ അത്രയും ഭീഷണിയുള്ള ആളാണ്. അങ്ങനത്തെ സെക്യൂരിറ്റി ലോകത്തൊരു രാജ്യത്തും ഇത് എവിടെ കൊണ്ട് എത്തിക്കും? അല്ല, ഇത് അതിൻ്റെ ബ്രേക്കിംഗ് പോയിന്റിൽ കൊണ്ട് എത്തിക്കും. ഏതാണ്ട് പശ്ചിമ ബംഗാൾ പോലെ ആയിപ്പോവും. ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തിരുത്തൽ എവിടെയെങ്കിലും ഉണ്ടാവണം. അത് പാർട്ടിക്കകത്ത് തന്നെ പലരും ഈ തിരുത്തൽ ആഗ്രഹിക്കുന്നുണ്ട്. പലരും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയും. നിങ്ങളുടെ സുഹൃത്ത് അൻവർ ഉണ്ടല്ലോ, ഈ അൻവർ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അൻവറിനെ മുൻനിർത്തിയിട്ട് പാർട്ടിക്കകത്തുള്ള ചില വിരുദ്ധന്മാർ മീൻസ് പിണറായി വിരുദ്ധന്മാർ പുള്ളി അൺസീറ്റ് ചെയ്യാൻ നടത്തിയ ശ്രമമായിരുന്നു. പക്ഷേ അൻവറിന് പിടിപ്പില്ലായ്മ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിടുവായത്തം കൊണ്ടും ഇത് പകുതിക്ക് വെച്ച് പരാജയപ്പെട്ടു. ആക്ച്വലി അൻവർ മറ്റവർ സ്റ്റേ ചെയ്ത ഒരു ആളായിരുന്നു. അൻവറിന് പക്ഷേ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, പക്ഷേ കൈവിട്ടുപോയി. വിമതന്മാർക്കും ആ രീതിയിലേക്ക് ഉയർന്നു വരാൻ പറ്റിയില്ല. അവിടെയും ഇയാളുടെ ആജ്ഞാശക്തി വിജയിച്ചു. അപ്പോൾ ഈ പലർക്കും പാർട്ടിക്കകത്ത് തുറന്ന് പറയാൻ കഴിയാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാണ് നിങ്ങൾ പറയാൻ കഴിയാതെ നിൽക്കുന്നവരാണ് പാർട്ടിക്കകത്തെ എല്ലാ ആളുകളും. ഒരാൾക്കും ഇത് ധൈര്യപ്പെട്ട് പറയാൻ പറ്റില്ല. ശരി, എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഈ CPM-ലുള്ള 99% ആളുകൾക്കറിയാം ഞാൻ പറഞ്ഞത് ശരിയെന്ന്. പക്ഷേ എന്താ കാര്യമുള്ളത്? അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തും. ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ആകെ ചെയ്യാവുന്നവൻ്റെ ചൂണ്ടുവിരൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാന്നുള്ള മാത്രമാണ്. അത് രഹസ്യ ബാലറ്റ് ആയതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് എഴുതി വെച്ചു, CPM-ന് ചരിത്ര പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരുടെ മേന്മ കൊണ്ടോ മുസ്ലിം ലീഗുകാരുടെ സംഘടനാ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരുടെ വൈഭവം കൊണ്ടോ ഒന്നുമല്ല. അത് ഇടതുപക്ഷക്കാർ തന്നെ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും. കാരണം അത്രയും വെറുത്തു ആളുകൾ, മടുത്തു, മതിയായി, നിർത്തിപ്പോയാൽ മതി എന്ന അവസ്ഥയിലെത്തി. അത് പറയാൻ പറ്റുമോ? അതും പറ്റും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഇടതുപക്ഷ ഭരണം വിചാരിക്കുന്ന ഇതിനൊക്കെ അതിജീവിക്കാൻ ഈ പറഞ്ഞ ഒരു PR വർക്ക് കൊണ്ടും പ്രൊപ്പഗണ്ട കൊണ്ടും സാധിക്കുമെന്നുള്ളതല്ലേ? അതുകൊണ്ടല്ലേ ഹിന്ദു പത്രത്തിൽ ഇതുപോലെ പരസ്യം കൊടുത്തത്. ഹിന്ദു പലരും വിളിച്ചു. ചാൻഡ്യൂമൻ രാവിലെ തന്നെ വിളിച്ചു, ഹിന്ദു പത്രത്തിൽ ഇതാ മലയാളത്തിൽ പരസ്യം വന്നിരിക്കുന്നു എന്ന് 2 പേജ് മലയാളത്തിൽ വന്നിരിക്കുന്നു. എത്ര കോടി രൂപയാണ് ഇപ്പം അതിന് ചെലവഴിച്ചിട്ടുണ്ടാവുക? അതും സർക്കാരിൻ്റെ കാശല്ലേ. അത് മാത്രമല്ല സർക്കാരിൻ്റെ കാശില്ല, PRDയുടെ പരസ്യമാണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല വളരെ സർഗാത്മകമായ പരസ്യം. അതെ, അത് വളരെ അവാസ്തവമായ പരസ്യം. ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വൈദ്യുതിയെക്കുറിച്ച് അതിൽ പവർ കട്ട് ഇന്ന് ആരംഭിക്കും. ഇപ്പോൾ എൻ്റെ ഫാദർ മിനിസ്റ്റർ പവർ കട്ട് അന്ന് മിനിസ്റ്റർ ആയത് 5 വർഷം അദ്ദേഹമായിരുന്നു മിനിസ്റ്റർ. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. 2013 ഈ ഒരു വലിയ എഗ്രിമെൻ്റ് 2013-14 കാലത്ത് വെച്ചു. ആ 14 കാലത്ത് വെച്ചത് വൈദ്യുതി മാത്രമല്ല 4 രൂപ 16 പൈസക്ക് 25 വർഷത്തേക്ക് യൂണിറ്റിന് വൈദ്യുതി വാങ്ങാനുള്ള എഗ്രിമെൻ്റ് വെച്ചു. 25 വർഷത്തേക്ക്. ആ വൈദ്യുതി വന്നപ്പോഴാണ് വാസ്തവത്തിൽ വെളിച്ച വിപ്ലവം ഉണ്ടായി എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന് തന്നെ ആദ്യത്തെ ഒരു 5 വർഷം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഈ എഗ്രിമെൻ്റ് പ്രകാരമുള്ള സംഭവം. പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് 9 രൂപക്കോ 9.5 രൂപക്കൊക്കെ വൈദ്യുതി. ഇപ്പോൾ വൈദ്യുതി വകുപ്പ് 60,000 കോടി കടത്തിലാണെന്ന് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാർജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ പരസ്യം കൊടുക്കാൻ PRDയുടെ ഫണ്ട് ഉപയോഗിക്കുക, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നമ്മൾ പ്രതിഷേധിക്കേണ്ട, അത് വളരെ നീചമായ പ്രവൃത്തിയാണ്. എന്തുകൊണ്ട് ആളുകൾ അത് അത്ര ഒരു ഇതായിട്ട് എടുക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരായ്മയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനല്ലേ. ഈ ഭരണപക്ഷം കൂടുതൽ വഷളാകുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവേശക്കുറവോടുകൂടിയാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷത്തിനൊക്കെ വരുന്ന BS അച്യുതാനന്ദൻ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായി മാറിയതെന്തുണ്ട്? സഭാതലത്തിലും പുറത്തും അദ്ദേഹം ഈ വിഷയങ്ങളിങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പുള്ളി ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റായിരുന്നു, പക്ഷേ ചിലതൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് പുള്ളി ആയതുകൊണ്ട് അതിന് വിശ്വാസ്യത ഉണ്ടായി.
അപ്പോൾ ഈ കാര്യങ്ങൾ ആഞ്ഞടിച്ച് പറയാനും അങ്ങനെ ഒരു ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചു, ആ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ശരിയുമായിരുന്നു, വളരെ കറക്റ്റായിരുന്നു. പക്ഷേ അത് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് തുടർ ഭരണം ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഈ പ്രതിപക്ഷത്തിൻ്റെ മൂർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. പാഠപുസ്തകങ്ങൾ മാറ്റിയെഴുതും, ചരിത്രം മാറ്റിയെഴുതും, വർത്തമാനകാലത്തെ നമ്മുടെ ബോധനിലവാരത്തെ മാറ്റിമറിക്കാൻ സിനിമകൾ എടുക്കുക. ഇതൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം. എല്ലാ മതക്കാരും എല്ലാ ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഭരിച്ചൊരു മണ്ണാണ് ഈ ഇന്ത്യ. പിന്നെ ഇതിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ രൂപത്തിൽ വർഗീകരിക്കാൻ പറ്റുന്നത്?